വിശ്വസാഹിത്യകൃതികളിൽ ശ്രദ്ധേയമായ മഹാഭാരതത്തിൻ്റെ ആദി മധ്യ അന്തം ആണ് ഈ പരമ്പരയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കായി എൻ്റെ ഈ എളിയ ശ്രമം സമർപ്പിക്കുന്നു. ഇതിഹാസകൃതി മഹാഭാരതം. ഒരിക്കൽ ലോമഹർഷണൻ്റെ പുത്രനായ ഉഗ്രശ്രവസ് നൈമിഷാരണ്യത്തിൽ കുലപതിയായ ശൗനകൻ്റെ 12 വർഷം കൊണ്ട് കഴിയുന്ന സത്രത്തിൽ പങ്കുകൊള്ളാൻ എത്തി. ഉഗ്രശ്രവസിൻ്റെ സൽക്കഥകൾ കേൾക്കാൻ മഹർഷിമാർ ഒത്തുകൂടി. എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. കുശപ്പല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ പീഠത്തിന്മേൽ എല്ലാവരും ഇരുന്നു. സത്രത്തിൽ പങ്കുകൊള്ളാനെത്തിയ ഒരു മുനി ഉഗ്രശ്രവസിനോട് ചോദിച്ചു, ഹേ സൂതപുത്ര, ഭവാൻ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? ഇത്രയും നാൾ അങ്ങ് എവിടെയാണ് താമസിച്ചിരുന്നത്? അങ്ങയെപ്പറ്റി അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് കേട്ട് ഉഗ്രശ്രവസ് തന്നെക്കുറിച്ച് മുനിമാരോട് പറഞ്ഞു തുടങ്ങി. ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്ന സന്തതി പരമ്പരകളെയാണ് സൂതന്മാർ എന്നറിയപ്പെടുന്നത്. അത്തരം ഒരു പരമ്പരയിൽപ്പെട്ട ആളാണ് ലോമഹർഷണൻ. അതുകൊണ്ടാണ് ഉഗ്രശ്രവസിനെ സൂതപുത്ര എന്ന് സംബോധന ചെയ്ത്. പുരാണ കഥകൾ പറഞ്ഞ് ശ്രോതാക്കളിൽ രോമാഞ്ചമുണ്ടാക്കിയതിനാലാണ് ലോമഹർഷണൻ എന്ന് ഉഗ്രശ്രവസിൻ്റെ അച്ഛന് ആ പേര് വന്നത്. പരീക്ഷത്ത് മഹാരാജാവിൻ്റെ പുത്രനായ ജനമേജയൻ സർപ്പസത്രം ചെയ്യുന്ന സ്ഥലത്ത് കുറേ നാൾ താമസിച്ചു. അവിടെ വച്ച് ജനമേജയ രാജാവിനോട് വൈശമ്പായനൻ ഭഗവാൻ വേദവ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുണ്യചരിത്രങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞുകൂടി. ആ പുണ്യകഥകൾ കേട്ട് പഠിച്ചതിന് ശേഷം പല തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. പിന്നീട് സമന്തപഞ്ചകം എന്ന പുണ്യസ്ഥലവും സന്ദർശിച്ചു. ആ സ്ഥലത്ത് വെച്ചാണ് പണ്ട് പാണ്ഡവരും കൗരവരും മറ്റു രാജാക്കന്മാരും പരസ്പരം യുദ്ധം ചെയ്തത്. ആ സ്ഥല സന്ദർശനം കഴിഞ്ഞ്, ഹേ വിപ്രരെ, നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. യാഗാവസാനത്തിലെ സ്നാനം കഴിഞ്ഞ് വിശ്രമിക്കുന്ന മഹർഷിമാരെ, ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? മഹർഷിമാർ പറഞ്ഞു, ഹേ സൂതപുത്ര, പരാശരപുത്രനായ വ്യാസൻ രചിച്ചതും പരീക്ഷത്തിൻ്റെ പുത്രനായ ജനമേജയനോട് വൈശമ്പായനൻ പറഞ്ഞുകൊടുത്തതും 4 വേദങ്ങളുടെ സത്ത് ഉൾക്കൊള്ളുന്നതും സുര ബ്രഹ്മർഷിമാർ ശ്ലാഘിക്കുന്നതും ശ്രേഷ്ഠമായ ചിത്രപർവബന്ധം കൊണ്ട് മനോജ്ഞമായതും സൂക്ഷ്മാർത്ഥ ന്യായങ്ങൾ ചേർന്നതും പുണ്യാർത്ഥം കൊണ്ട് പൂർണ്ണമായതും ശുദ്ധ പുണ്യ സംഹിതയുള്ളതും വേദമാർഗത്തിൻ്റെ പൊരുളറിഞ്ഞതും ആയ മഹാഭാരത കഥ പറഞ്ഞാലും പാപനാശനമായ ആ ഇതിഹാസം കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഉഗ്രശ്രവസ് പറഞ്ഞു, പരമശ്രേഷ്ഠനായ ശ്രീകൃഷ്ണ ഭഗവാനെ വണങ്ങി വ്യാസമഹർഷിയുടെ മഹാഭാരത കഥ ഞാൻ പറയുന്നതാണ്. ആ കഥ പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പറയുന്നുണ്ട്, പലരും പറയുകയും ചെയ്യും. തേജസ്സുറ്റ പ്രകാശം നഷ്ടമായി എങ്ങും ഇരുട്ടിലാണ്ട് കിടക്കുന്ന യുഗത്തിൻ്റെ ആദിയിൽ പ്രജാബീജമായ അണ്ഡമുണ്ടായി, ബ്രഹ്മാണ്ഡം. അതിൽ സത്യജ്യോതിർ ബ്രഹ്മത്വം ചേർന്നിരുന്നു. ആ അണ്ഡം എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ആ അണ്ഡത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പ്രതിരൂപമായി പ്രജാപതി ഉദിച്ചു. പിന്നെ മനു, സ്വയംഭൂവായ ദേവത, പരമേഷ്ടി, 10 പ്രചേതസ്സുകൾ, ദക്ഷൻ, 7 ദക്ഷപുത്രന്മാർ എന്നിവരുണ്ടായി. പിന്നെ 21 പ്രജാപതികളും വിശ്വദേവതകളും 8 വസുക്കളും
12 ആദിത്യന്മാരും 2 അശ്വനി ദേവന്മാരും ഉണ്ടായി. യക്ഷന്മാർ, പിശാചുക്കൾ, ഗുഹ്യകന്മാർ, പിതൃക്കൾ, ബ്രഹ്മചാരികളായ മുനികൾ, രാജസൽ ഗുണന്മാരായ രാജർഷിമാരും ഉണ്ടായി. പിന്നെ അപ്പ്, അർക്കൻ, ദ്യോവ്, ഭൂമി, വായു, അഭ്രം, ചന്ദ്രൻ, അഗ്നി, ദിക്കുകൾ, ഋതുക്കൾ, മാസങ്ങൾ, പക്ഷങ്ങൾ, രാവ്, പകൽ എന്നിവയും സർവ ചരാചരങ്ങളും ഉണ്ടായി. കാലം കഴിഞ്ഞപ്പോൾ പ്രളയമുണ്ടായി, എല്ലാം ആ പ്രളയത്തിൽ ലയിക്കുകയും ചെയ്തു. ഇങ്ങനെ വീണ്ടും സൃഷ്ടിയുണ്ടാവുകയും കാലാന്തരത്തിൽ പ്രളയത്തിൽ ലയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം ബ്രഹ്മത്തിലാണ് ചെന്ന് ലയിക്കുന്നത്. ഇങ്ങനെ ഉദിച്ചും നശിച്ചും വീണ്ടും ഉദിച്ചും നശിച്ചും സംസാരചക്രം അത്യന്തമില്ലാതെ ചുറ്റിക്കൊണ്ടിരുന്നു. 33,333 ചുരുക്കത്തിൽ ദേവസൃഷ്ടികൾ. വിവസ്വാന്, ദോവിൽ, ബൃഹദ്ഭാനു, ചക്ഷു, ആത്മാവ്, വിഭാവസു, ഋചീകൻ, സവിതാവ്, അർക്കൻ, ഭാനു, ശതാവഹൻ, രവി എന്നീ പുത്രന്മാരുണ്ടായി. ഈ ഗണത്തിൽ ശ്രേഷ്ഠൻ മനുവാണ്. മനുവിൻ്റെ പുത്രൻ ദേവഭ്രാട്ടാണ്. അവൻ്റെ പുത്രൻ സുഭ്രാട്ടാണ്. സുഭ്രാട്ടിന് 3 പുത്രന്മാരുണ്ടായി. അവർ ദശജ്യോതിസ്, ശതജ്യോതിസ്, സഹസ്രജ്യോതിസ് എന്നിവരാണ്. ദശജ്യോതിസിന് 10,000 പുത്രന്മാരുണ്ടായി. അതിലും 10 ഇരട്ടി പുത്രന്മാർ ശതജ്യോതിസിനുണ്ടായി. അതിനേക്കാൾ 10 ഇരട്ടി പുത്രന്മാർ സഹസ്രജ്യോതിസിനും ഉണ്ടായി. ഈ വഴിക്കാണ് കുരുകുലവും യാദവകുലവും ഉണ്ടായത്. അങ്ങനെ യയാതി, ഇക്ഷ്വാകു എന്നിവരുടെ വംശമുണ്ടായി. അനേകം വംശങ്ങൾ, അസംഖ്യം സൃഷ്ടി പരമ്പരകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. മനു മുതൽക്കാണ് ഭാരതം തുടങ്ങുന്നതെന്നും അതല്ല അസ്തീകൻ മുതൽക്കാണ് ഭാരതം തുടങ്ങുന്നതെന്നും അതുമാത്രമല്ല ഉപരിചരൻ എന്ന വസുവിൻ്റെ ചരിതം മുതൽക്കാണ് ഭാരതം തുടങ്ങുന്നതെന്നും പലതരത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സത്യവതീപുത്രനായ വ്യാസൻ ഈ മഹാപുരാണം മനസ്സിൽ കുറിച്ചിട്ടു. എന്നാൽ താനുണ്ടാക്കിയ ഈ മഹാകാവ്യം എങ്ങനെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിപ്പായി. ഈ സമയം മഹാമുനിയുടെ മനസ്സറിഞ്ഞ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ബ്രഹ്മാവിനെ ആദരവോടെ സ്വീകരിച്ചിരുത്തി. താൻ ഒരു കാവ്യം മനസ്സിൽ രചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ വേദരഹസ്യങ്ങൾ, മറ്റ് ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് എഴുതാൻ പറ്റിയ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞു. ഇത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, തപസ്സുകൊണ്ടും അറിവുകൊണ്ടും മറ്റു മഹർഷിമാരേക്കാൾ ശ്രേഷ്ഠനായ ഭവാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ്. അങ്ങ് കാവ്യമെന്ന് പറഞ്ഞാൽ അത് മഹാകാവ്യമാകും, തീർച്ചയാണ്. ആർക്കും ഈ കാവ്യത്തെ കവച്ചു വയ്ക്കാൻ കഴിയില്ല. ഭൂമിയിൽ ഇതിനേക്കാൾ വിശേഷപ്പെട്ട ഒരു കാവ്യം ഇനി ഉണ്ടാവില്ല. അതിനാൽ ഈ കവിത എഴുതാൻ വിഘ്നേശ്വരനെ ശരണം പ്രാപിക്കാൻ പറഞ്ഞിട്ട് ബ്രഹ്മാവ് മറഞ്ഞു. വ്യാസൻ സ്മരിച്ചപ്പോൾ ഗണപതി പ്രത്യക്ഷനായി. വേണ്ട വിധം അദ്ദേഹം ഗണപതിയെ സ്വീകരിച്ചിരുത്തി തൻ്റെ ആവശ്യം അറിയിച്ചു. ഹേ ഗണേശ, ഞാൻ എൻ്റെ മനസ്സിൽ തീർത്തുവച്ചിട്ടുള്ള മഹാഭാരതം ചൊല്ലിത്തരാം. ഭവാൻ അത് നന്നായി ഒന്നെഴുതി തന്നാൽ കൊള്ളാമായിരുന്നു. വ്യാസഭഗവാന്റെ അപേക്ഷ കേട്ട് വിഘ്നേശ്വരൻ പറഞ്ഞു, ഭവാൻ ചൊല്ലുന്ന മഹാഭാരതം ഞാൻ എഴുതിത്തരാം. ഇടയ്ക്ക് എഴുത്താണി നിർത്തുവാൻ ഇടയാക്കാതിരിക്കുകയാണെങ്കിൽ.
വ്യാസൻ പറഞ്ഞു, എന്നാൽ ഒരു കരാറുണ്ട്. ഞാൻ ചൊല്ലുന്ന സമയത്ത് ഭവാൻ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു വേണം എഴുതാൻ. അർത്ഥം മനസ്സിലാക്കാതെ എഴുതരുത്. ഗണേശൻ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗണേശൻ ശ്രീ വ്യാസഭഗവാൻ ചൊല്ലിക്കൊടുത്ത മഹാഭാരതം എഴുതി പൂർത്തിയാക്കിയത്. അങ്ങനെ ഉത്തമമായ മഹാഭാരതം ജന്മം കൊണ്ടു. ആദ്യ ഭാരതത്തിൽ 1,00,000 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ കഥ തൻ്റെ പുത്രൻ ശുകനെയാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. പിന്നീട് 4 ശിഷ്യന്മാർക്കും പറഞ്ഞുകൊടുത്തു. ഈ ഇതിഹാസം ആദ്യം നാരദൻ ദേവകളെ ചൊല്ലിക്കേൾപ്പിച്ചു. പിതൃക്കൾക്ക് ദേവലൻ കേൾപ്പിച്ചു. ഗന്ധർവ യക്ഷന്മാർക്ക് ശുകൻ ചൊല്ലിക്കേൾപ്പിച്ചു. വ്യാസ ശിഷ്യനായ വൈശമ്പായ മുനിയാണ് മനുഷ്യർക്കായി ഈ ഇതിഹാസം ചൊല്ലിയത്. മഹാഭാരതത്തിലെ അധ്യായങ്ങൾക്ക് പർവ്വങ്ങളെന്നാണ് പറയുന്നത്. 18 പർവ്വങ്ങളാണ് ഈ മഹാകൃതിയിൽ ഉള്ളത്. ഉഗ്രശ്രവസിൻ്റെ വിവരണം കേട്ടപ്പോൾ മഹർഷിമാർക്ക് വീണ്ടും സംശയമുണ്ടായി. സമന്ത പഞ്ചകത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് അവർക്ക് അറിയണം. ഉഗ്രശ്രവസ് സമന്ത പഞ്ചകത്തിൻ്റെ മാഹാത്മ്യം ഇപ്രകാരമാണ് പറഞ്ഞത്. ത്രേതായുഗത്തിൻ്റെ അവസാനവും ദ്വാപരയുഗത്തിൻ്റെ ആദ്യ സന്ധിയും ചേർന്ന കാലഘട്ടത്തിൽ പരശുരാമൻ തൻ്റെ അച്ഛനെ കൊന്ന കാർത്തവീരാർജുനനെ കൊല്ലുകയും പക അടങ്ങാതെ 21 വട്ടം ക്ഷത്രിയന്മാരെ കൊല്ലുകയും ഭൂമി ക്ഷത്രിയരഹിതമാക്കുകയും ചെയ്തു. അദ്ദേഹം സമന്തപഞ്ചകത്തിൽ എത്തുകയും അവിടെ 5 കുളം കുഴിക്കുകയും അതിൽ ക്ഷത്രിയരുടെ രക്തം നിറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് 5 കുളത്തിലും അദ്ദേഹം പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത് അവരെ തൃപ്തരാക്കി. ഇതിൽ സന്തുഷ്ടരായി പിതൃക്കൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവരുടെ കൂട്ടത്തിൽ ഋചീകൻ മുതലായ പിതൃക്കളും ഉണ്ടായിരുന്നു. അവർ രാമനോട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ പിതൃതർപ്പണത്തിൽ തൃപ്തരായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാം. അപ്പോൾ രാമൻ പറഞ്ഞു, എന്നിൽ സന്തോഷം കൊള്ളുന്ന നിങ്ങൾ ഞാൻ വരത്തിന് അർഹരാണെങ്കിൽ ഞാൻ ചെയ്ത പൊറുക്കാനാവാത്ത ക്ഷത്രിയവധം എന്ന പാപം എന്നിൽ നിലനിൽക്കാതാകണം, എന്നിൽ നിന്ന് ഇല്ലാതാകണം. ഞാൻ ഈ നിർമ്മിച്ച കുളങ്ങൾ ഭൂമിയിൽ ശ്രേഷ്ഠങ്ങളായ തീർത്ഥങ്ങളായി മാറണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന വരം. അപ്രകാരമാകട്ടെ എന്ന് പിതൃക്കൾ രാമനെ അനുഗ്രഹിച്ചിട്ട് മറഞ്ഞുപോയി. ഈ ചോരക്കയങ്ങൾക്ക് സമീപത്തുള്ള പുണ്യസ്ഥലമാണ് സമന്തപഞ്ചകം. ദ്വാപരനും കലിയും സംഗമിക്കുന്ന സമയത്താണ് കുരുപാണ്ഡവന്മാർ കുരുക്ഷേത്രത്തിലെ സമന്ത പഞ്ചകത്തിൽ വെച്ച് ഏറ്റുമുട്ടിയത്. ആ യുദ്ധത്തിൽ 18 അക്ഷൗഹിണികൾ ആണ് 18 അക്ഷൗണി സൈന്യങ്ങളാണ് പോരാടി മണ്ണടിഞ്ഞത്. ഉഗ്രശ്രവസിനോട് ഒരക്ഷൗണി എന്താണെന്ന് ഒരു മുനി സംശയം ചോദിച്ചു. അതിൻ്റെ ഉത്തരവും ഉഗ്രശ്രവസ് പറഞ്ഞു. ഒരു തേര്, ഒരു ആന, 5 കാലാൾ, 3 കുതിര ഇവ ചേരുന്നതിന് ഒരു പത്തി എന്ന് പറയുന്നു. 3 പത്തി ചേർന്നാൽ ഒരു സേനാമുഖമായി. 3 സേനാമുഖം ചേർന്നാൽ ഒരു ഗുൽമം. 3 ഗുൽമം ചേർന്നാൽ ഒരു ഗണം. 3 ഗണം ചേർന്നാൽ ഒരു വാഹിനി. 3 വാഹിനി ചേർന്നാൽ ഒരു പൃതന. 3 പൃതന ചേർന്നാൽ ഒരു ചമു. 3 ചമു ചേർന്നാൽ ഒരു അനീകിനി. 10 അനീകിനി ചേർന്നാൽ ഒരു അക്ഷൗണി. 27,870 രഥങ്ങളും അത്ര തന്നെ ആനകളും 1,09,350 കാലാളുകളും
65,610 കുതിരകളും ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. ആകെ സൈന്യബലം 2,30,700. ഇത്തരത്തിൽ കൗരവപക്ഷത്ത് 11 അക്ഷൗണികളും പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗണികളും ചേർന്ന് 18 അക്ഷൗഹിണികളാണ് യുദ്ധത്തിൽ പങ്കുചേർന്ന് ഇല്ലാതായത്. ഈ മഹാഭാരത കാവ്യത്തിന് 18 പർവ്വങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞുവല്ലോ. അവ യഥാക്രമം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗത്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധപർവം, ആശ്രമവാസികപർവം, മൗസലപർവം, മഹാപ്രാസ്ഥാനികപർവം, സ്വർഗാരോഹണപർവം. ഇങ്ങനെ 18 പർവ്വങ്ങളാണ് മഹാഭാരത കാവ്യത്തിന് ഉള്ളത്. ഉഗ്രശ്രവസ് വീണ്ടും മുനിമാരോടായി ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയനും സഹോദരങ്ങളായ ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നിവർ കുരുക്ഷേത്രത്തിനടുത്തു വച്ച് വളരെക്കാലം കൊണ്ടവസാനിക്കുന്ന ഒരു യാഗം ആരംഭിച്ചു. ആ യാഗം നടന്നുകൊണ്ടിരിക്കെ ഒരു നായ് യാഗശാലയിൽ വന്നു ചേർന്നു. ഇത് കണ്ട് ജനമേജയൻ്റെ സഹോദരന്മാർ ആ നായെ തല്ലി ഓടിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ സരമയുടെ അടുത്തു ചെന്നു. ദേവചൈതന്യമുള്ള നായായിരുന്നു സരമ. അവർ നിന്നെ വെറുതെ തല്ലിയോടിച്ചതാവില്ല, തക്കതായ തെറ്റ് നീ ചെയ്തു കാണും എന്ന് സരമ മകനോട് പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഹോമഹവിസിൽ നോക്കിയിട്ടുമില്ല, നക്കിയിട്ടുമില്ല. പക്ഷേ അവരെന്നെ ഒരു തെറ്റും ചെയ്യാതെ അടിച്ചോടിച്ചു. ഒരു തെറ്റും ചെയ്യാതെ മകനെ ആക്രമിച്ചതിൽ സരമ ദുഃഖിച്ചു. അത് ചോദിക്കാൻ തന്നെ സരമ തീരുമാനിച്ചു. മകനെയും കൂട്ടി അവർ യാഗസ്ഥലത്ത് ചെന്നു. കോപത്തോടെ അവൾ ചോദിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകൻ എന്തിന് നിങ്ങൾ തല്ലി? അവൻ ഹവിസിൽ നോക്കിയിട്ടുമില്ല, നക്കിയിട്ടുമില്ല, പിന്നെ എന്തിനടിച്ചു? എന്നാൽ ജനമേജയനോ സഹോദരന്മാരോ അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അവരുടെ അവഗണന കണ്ട് സരമ കോപിച്ചു. ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ മകനെ അടിച്ചതുകൊണ്ട് ഹേ രാജാവേ, ജനമേജയ രാജാവേ, നിനക്ക് അവിചാരിതമായ ഭയം ഉണ്ടാകട്ടെ എന്ന് അവൾ ജനമേജയ മഹാരാജാവിനെ ശപിച്ചു. ദേവശുനകിയായ സരമയുടെ ശാപം കേട്ട് ജനമേജയൻ ദുഃഖിതനായി. അദ്ദേഹം യാഗം കഴിഞ്ഞ് ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തി. ശാപമോക്ഷം കിട്ടാനായി അതിൻ്റെ പ്രതിക്രിയയ്ക്കു വേണ്ടി ഒരു പുരോഹിതനെ അദ്ദേഹം അന്വേഷിച്ചു. ഒരു ദിവസം നായാട്ടിനായി ജനമേജയൻ കാട്ടിൽ ചെന്നപ്പോൾ ഒരു ആശ്രമം കണ്ടെത്തി. ശ്രുതസ്രവസ് എന്ന് പേരായ മഹർഷിയുടെ ആശ്രമമായിരുന്നു അത്. തപസ്സും ധ്യാനവും ദിവസേനയുള്ള ഒരു പുത്രൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് സോമശ്രവസ് എന്നാണ്. ജനമേജയൻ ആ മഹർഷിയുടെ അടുത്ത് ചെന്ന് തൻ്റെ ആവശ്യം പറഞ്ഞു. മഹർഷി പറഞ്ഞു, എൻ്റെ മകൻ സോമശ്രവസിനെ പറ്റി അങ്ങ് അറിയണം. എൻ്റെ മകൻ സർപ്പസ്ത്രീയിൽ ജനിച്ചവനാണ്. എൻ്റെ തപോവീര്യമനുസരിച്ച് ജീവിക്കുന്നവനാണ് അവൻ. അവൻ്റെ അമ്മ എൻ്റെ ശുക്ലം പാനം ചെയ്യുകയാൽ അവളുടെ വയറ്റിൽ പിറന്നവനാണ് ഇവൻ. മഹാദേവകൃത്യയെ ഒഴിച്ച് അങ്ങയ്ക്കുള്ള സകല പാപങ്ങളും ഒഴിപ്പിക്കുവാൻ സമർത്ഥനാണ് ഇവൻ. പക്ഷേ ഇവന് ഒരു വ്രതമുണ്ട്. ഒരു ബ്രാഹ്മണൻ ഇവനെ സമീപിച്ച് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ഇവൻ കൊടുക്കും. അതിന് അങ്ങ് ബാധ്യസ്ഥനാവണം. അതിന് വിരോധമില്ലെങ്കിൽ അങ്ങയ്ക്കിവനെ കൊണ്ടുപോകാം. അപ്രകാരം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്ത്
ജനമേജയൻ സോമസ്രവസ്സിനെ കൂടെ കൊണ്ടുപോയി. കൊട്ടാരത്തിലെത്തിയ ജനമേജയ രാജാവ് മുനിപുത്രനെ സഹോദരന്മാരെ ഏൽപ്പിച്ചിട്ട് വ്യവസ്ഥകൾ പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തെ ഉപാധ്യായനായി സ്വീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് നിങ്ങൾ സാധിച്ചു കൊടുക്കണം. അങ്ങനെ പല കർമ്മങ്ങളും മുനിപുത്രൻ യാഗസ്ഥലത്ത് ചെയ്ത് രാജാവിൻ്റെ ശാപം മാറ്റിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ജനമേജയൻ തക്ഷശിലയിലേക്ക് സൈന്യവുമായി പോവുകയും യുദ്ധത്തിൽ ജയിച്ച് ആ രാജ്യം കീഴടക്കുകയും ചെയ്തു. ഉഗ്രശ്രവസ് പിന്നീട് മറ്റൊരു കഥയാണ് ഇതിൻ്റെ തുടർച്ചയായി പറഞ്ഞത്. ജനമേജയൻ്റെ കാലത്ത് ആയോധധൗമൻ എന്നൊരു മഹർഷി ആശ്രമത്തിൽ താമസിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിനായി ഗുരുകുലത്തിൽ താമസിച്ചു പഠിക്കാൻ പല കുട്ടികളും എത്തിയിരുന്നു. അങ്ങനെ എത്തപ്പെട്ട ശിഷ്യന്മാരാണ് ഉപമന്യു, ആരുണി, വേദൻ എന്നിവർ. ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ ഗുരു പറയുന്ന ജോലികളൊക്കെ ശിഷ്യന്മാർ ചെയ്യണമായിരുന്നു. പാഞ്ചാല ദേശത്തു നിന്നു വന്നവനായിരുന്നു ആരുണി. ഒരു ദിവസം അദ്ദേഹം ആരുണിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി, നെൽപ്പാടത്തെ വരമ്പ് ഉറപ്പിച്ച് വെള്ളം തടഞ്ഞു നിർത്തൂ എന്ന്. ഗുരുവിൻ്റെ കൽപ്പനയാണ്, ശിഷ്യന്മാർ അനുസരിച്ചേ മതിയാകൂ. അവൻ പാടത്തേക്ക് ചിറകെട്ടാൻ പോയി. അവൻ എത്ര ശ്രമിച്ചിട്ടും വരമ്പ് കെട്ടാനോ വെള്ളം തടഞ്ഞു നിർത്താനോ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവന് ഒരു ബുദ്ധി തോന്നി. വരമ്പിൻ്റെ സ്ഥാനത്ത് അവൻ കിടന്നു. അപ്പോൾ വെള്ളം തടഞ്ഞു നിന്നു. സന്ധ്യ കഴിഞ്ഞു. ആരുണിയെ കാണുന്നില്ല. ഗുരു വിഷമിച്ചു. അവൻ എവിടെ പോയെന്ന് അയോധധൗമൻ ചിന്തിച്ചു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, ഗുരുവേ, അങ്ങല്ലേ അവനെ പാടത്ത് വരമ്പ് കെട്ടാൻ പറഞ്ഞു വിട്ടത്? ഗുരുവിന് ദുഃഖം തോന്നി. വരൂ, അവനെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഗുരു നടന്നപ്പോൾ മറ്റു ശിഷ്യന്മാരും പിന്നാലെ ചെന്നു. അദ്ദേഹം പാടവരമ്പത്ത് ചെന്നു. ഗുരു അവനെ വിളിച്ചു. ഗുരുവിൻ്റെ വിളി കേട്ട് പാടവരമ്പത്ത് നിന്നും അവൻ എഴുന്നേറ്റ് ചെന്നു. ഗുരുവേ, വെള്ളത്തിൻ്റെ ഗതി തടഞ്ഞു നിർത്താൻ കഴിയാഞ്ഞതിനാൽ ഞാൻ തന്നെ ആ ഭാഗത്ത് കിടന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞു. ഭവാന്റെ വിളി കേട്ട് വരമ്പ് പിളർന്ന് ഞാൻ വന്നേത്. അങ്ങേക്ക് വന്ദനം. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും. ശിഷ്യൻ്റെ ഗുരുഭക്തിയിൽ ഉപാധ്യായൻ സന്തോഷവാനായി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ വരമ്പ് പിളർന്നു വന്നതിനാൽ ഇനി മുതൽ നിന്നെ ഉദ്ധാലകൻ എന്ന പേരിൽ അറിയപ്പെടട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് നീ ചെയ്തതുകൊണ്ട് നിനക്ക് ശ്രേയസ്സും കീർത്തിയും ഉണ്ടാവും. സർവവേദങ്ങളും ശാസ്ത്രങ്ങളും നിന്നിൽ പ്രകാശിക്കുകയും ചെയ്യും. അവനെ അനുഗ്രഹിച്ചിട്ട് ഉപാധ്യായൻ പോയി. അതിനുശേഷം ഒരു ദിവസം ആയോധധൗമ്യൻ ഉപമന്യു എന്ന ശിഷ്യനെ വിളിച്ച് പശുക്കളെ മേയ്ക്കുവാൻ വിട്ടു. വിദ്യാഭ്യാസം മാത്രമല്ല ഗുരുകുലത്തിൽ നിന്നും കിട്ടുക, ഗുരു ശിഷ്യന്മാരെ പരീക്ഷിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഉപമന്യുവിന് നേരത്തെ നേരിടേണ്ടി വന്നത്. ഗുരു പറയുന്നത് ചെയ്യുമോ എന്നറിയാനുള്ള പരീക്ഷണമാണ് ശിഷ്യന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് നൽകുന്നത്. ആരുണിക്ക് കൊടുത്തതുപോലുള്ള ഒരു പരീക്ഷണമാണ് ഗുരു ഉപമന്യുവിന് കൊടുത്തത്, പശുക്കളെ മേയ്ക്കാൻ. അവൻ അന്നേ ദിവസം പശുക്കളുമായി പോയിട്ട് സന്ധ്യയ്ക്ക് തിരിച്ചെത്തി. പല ദിവസം ഇത് ആവർത്തിച്ചു. ഒരു ദിവസം ഗുരു അവനെ അരികിൽ വിളിച്ച് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ണി, ഉപമന്യു, നീ നല്ലവണ്ണം തടിച്ചിരിക്കുന്നല്ലോ. എന്തു തിന്നാണ് നീ ജീവിക്കുന്നത്? ഞാൻ ഭിക്ഷ വാങ്ങി തിന്നാണ് നാളുകൾ കഴിച്ചു കൂട്ടുന്നത് ഗുരു, ഉപമന്യു പറഞ്ഞു. ഇനി മുതൽ ഭിക്ഷയെടുക്കുന്നത് എനിക്ക് കൊണ്ടുവന്ന് തരാതെ നീ ഭക്ഷിക്കരുത്, ഗുരു ആജ്ഞാപിച്ചു. ഗുരുവിൻ്റെ ആജ്ഞ അവൻ അനുസരിച്ചു. കിട്ടുന്ന ഭിക്ഷ അവൻ ഗുരുവിന് കൊണ്ടുകൊടുത്തു. എന്നാലും അവൻ്റെ ശരീരത്തിന് ക്ഷീണം ഒട്ടും ഉണ്ടായിരുന്നില്ല. അവൻ കൊണ്ടുവന്ന ഭിക്ഷ അദ്ദേഹം വാങ്ങിച്ചു വെച്ചു. അതിൽ നിന്ന് അവന് കൊടുത്തതുമില്ല. ഗുരു അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഉപമന്യുവും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഗുരു വീണ്ടും അവനെ അരികിൽ വിളിച്ചു.
ഉണ്ണി, നിനക്ക് കിട്ടിയ ഭിക്ഷ മുഴുവൻ ഞാൻ വാങ്ങി വയ്ക്കുന്നു. പിന്നെ നീ എങ്ങനെയാണ് കഴിയുന്നത്? ആദ്യം കിട്ടുന്ന ഭിക്ഷ ഞാൻ അങ്ങേക്ക് കൊണ്ടു തന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും ഭിക്ഷ യാചിക്കുകയാണ്. ഇത് കേട്ട് ധൗമ്യൻ അവനോട് നീരസം തോന്നി. ഇത് ശരിയല്ല, ഇത് ശരിയായ ഒരു ഗുരുപ്രവൃത്തിയല്ല. നീ രണ്ടാമതും ഭിക്ഷ വാങ്ങുന്നതിലൂടെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന മറ്റു ജീവികളുടെ അവസരം നഷ്ടപ്പെടുത്തുകയാണ്. ഇത് പാടില്ലെന്ന് ഗുരു പറഞ്ഞു. ഗുരു പറഞ്ഞതവൻ അനുസരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഗുരു അവനെ ശ്രദ്ധിച്ചു. അവൻ്റെ ശരീരത്തിന് ഒരു ക്ഷീണവും തട്ടിയിട്ടില്ല. ഗുരു അവനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഉണ്ണി, ഭിക്ഷയെടുക്കുന്നത് നീ എനിക്ക് കൊണ്ടുതരുന്നു, രണ്ടാമത് ഭിക്ഷയെടുക്കുന്നുമില്ല, പിന്നെ നീ എങ്ങനെ ജീവിക്കുന്നു? ഗുരു, ഞാൻ പശുക്കളുടെ പാല് കുടിച്ച് ജീവിക്കുന്നു എന്ന് ഉപമന്യു മറുപടി പറഞ്ഞു. നീ ഉപയോഗിക്കുന്ന മാർഗം ന്യായമല്ല. ഞാൻ അതിനു നിന്നെ അനുവദിച്ചിട്ടില്ല. അതു ചെയ്യാൻ പാടില്ലെന്ന് ഗുരു പറഞ്ഞു. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് പതിവ് പോലെ പശുക്കളെ മേയ്ക്കാൻ അവൻ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഗുരു അവനെ വീണ്ടും നിരീക്ഷിച്ചു. അവൻ്റെ ശരീരത്തിന് ഒരു ചടവും കാണുന്നില്ല. ഗുരു അവനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഉണ്ണി, നീ എടുക്കുന്ന ഭിക്ഷ എനിക്ക് തരുന്നു, രണ്ടാമത് ഭിക്ഷ എടുക്കുന്നില്ല, പശുവിൻ്റെ പാല് കുടിക്കുന്നില്ല, പക്ഷേ നിനക്ക് ഒരു ക്ഷീണവും കാണുന്നില്ല. നീ തടിച്ചു കൊഴുത്തു തന്നെ ഇരിക്കുന്നു. നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ ഉപമന്യു പറഞ്ഞു, ഗുരു, പശുക്കുട്ടികൾ തള്ളയുടെ പാല് കുടിക്കുമ്പോൾ അവയുടെ വായിൽ നിന്ന് വരുന്ന നുരയാണ് ഞാൻ കുടിക്കുന്നത്. ഉപാധ്യായൻ വീണ്ടും പറഞ്ഞു, പശുക്കുട്ടികൾ നല്ലവരായതുകൊണ്ടാണ് നുര കുടിക്കാൻ നിന്നെ അനുവദിക്കുന്നത്. പക്ഷേ നിന്റെ ആവശ്യത്തിനു വേണ്ടി നീ പരിശ്രമിക്കുമ്പോൾ അവർ കഷ്ടപ്പെടുകയാണ്. ഇനി നീ നുരയും കുടിക്കരുത്. ഗുരുവിൻ്റെ വാക്കുകൾ ഉപമന്യു അനുസരിച്ചു. അവൻ ഒന്നും കഴിക്കാതെയായി. പശുക്കളുമായി നടക്കുമ്പോൾ അവന് വിശപ്പ് സഹിക്കവയ്യാതെ കാട്ടിൽ വെച്ച് എരിക്കില പറിച്ചു തിന്നു. അതോടെ അവൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. തപ്പിത്തടഞ്ഞ് അവൻ ഒരു പൊട്ടക്കിണറ്റിൽ വീണു. സൂര്യൻ അസ്തമിച്ചിട്ടും ഉപമന്യു മടങ്ങി വരാത്തതിൽ വിഷമത്തോടെ ഗുരു അവനെ തിരക്കി ഇറങ്ങി. കൂടെ മറ്റു ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഞാൻ ഭക്ഷിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞതുകൊണ്ട് വല്ലയിടത്തേക്കും അവൻ ഓടിപ്പോയതാണോ എന്ന് ഗുരു ചിന്തിച്ചു. എന്തായാലും അന്വേഷിക്കുക തന്നെ. ശിഷ്യനെ വിളിച്ചു നടന്ന ഗുരു ഒരു പൊട്ടക്കിണറ്റിൽ അവനെ കണ്ടെത്തി. അദ്ദേഹം അവനെ കരയ്ക്ക് കയറ്റി. വിശന്നു വലഞ്ഞപ്പോൾ എരിക്കല തിന്നാണ് തൻ്റെ കാഴ്ച പോയതെന്ന് അവൻ ഗുരുവിനോട് പറഞ്ഞു. അശ്വനി ദേവകളെ പ്രാർത്ഥിച്ചാൽ നിന്റെ കാഴ്ച തിരിച്ചു കിട്ടും എന്ന് ഗുരു അവനോട് പറഞ്ഞു. ദേവ വൈദ്യന്മാരാണല്ലോ അശ്വനി ദേവകൾ. അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന കേട്ട് അശ്വനി ദേവകൾ പ്രത്യക്ഷപ്പെട്ടു. അവർ ഒരു അപ്പം അവന് കൊടുത്തു. ഇത് തിന്നാൻ പറഞ്ഞു. പക്ഷേ കിട്ടുന്നത് ഗുരുവിന് കൊടുക്കണമെന്ന് നിശ്ചയമുള്ള ഉപമന്യു ഇത് ഗുരുവിന് കൊടുക്കാതെ താൻ തിന്നുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ മനസ്സ് മാറ്റാൻ അശ്വനി ദേവകൾ പറഞ്ഞു, മുമ്പ് നിന്റെ ഗുരു ഉപാധ്യായൻ ഇപ്രകാരം ഞങ്ങളെ സ്തുതിച്ചപ്പോൾ ഞങ്ങൾ അപ്പം കൊടുത്തു. അത് ഗുരുവിന് കൊടുക്കാതെ അദ്ദേഹം തിന്നുകയും ചെയ്തു. ഗുരു ചെയ്തതുപോലെ നീയും ചെയ്യുക. അശ്വനി ദേവകളെ, നിങ്ങൾ എന്നിൽ പ്രസാദിച്ചാലും എന്നോട് ക്ഷമിച്ചാലും ഗുരുവിന് കൊടുക്കാതെ ഞാനിത് ഭക്ഷിക്കുകയില്ല. ഉപമന്യു തീർത്തു പറഞ്ഞു. അശ്വനി ദേവകൾ പറഞ്ഞു, നിന്റെ ഈ ഗുരുഭക്തിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിന്റെ ഉപാധ്യായൻ്റെ പല്ല് കാരിരുമ്പായി തീർന്നു. നിന്റെ പല്ലുകൾ സ്വർണമായി തീരും. കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും, ശ്രേയസ്സമുണ്ടാകും. അശ്വനി ദേവകൾ ഇപ്രകാരം പറഞ്ഞിട്ട് മറഞ്ഞു. ഉടനെ അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അവൻ ഗുരുവിൻ്റെ അടുത്തു ചെന്ന് നമസ്കരിച്ചു. ശിഷ്യൻ്റെ ഗുരുഭക്തിയിൽ അഭിമാനം തോന്നിയ ഉപാധ്യായൻ ഉപമന്യുവിനെ, അശ്വനി ദേവകൾ പറഞ്ഞതു പ്രകാരം നിനക്ക് ശ്രേയസ്സുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഉപമന്യു അവൻ്റെ ഗുരുപരീക്ഷ വിജയിച്ചു. പിന്നീടൊരിക്കൽ
അയോധധൗമ്യൻ തൻ്റെ മൂന്നാമത്തെ ശിഷ്യനായ വേദനെ വിളിച്ചു പറഞ്ഞു, ഉണ്ണി വേദ, നീ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഗൃഹത്തിൽ കുറച്ചുനാൾ താമസിക്കുക. എന്നെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകും. വേദൻ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായി. വളരെക്കാലം ഗുരു ശുശ്രൂഷ ചെയ്ത് അവൻ ആശ്രമത്തിൽ കഴിഞ്ഞു. ഗുരു ചുമത്തുന്ന എല്ലാ ഭാരവും അവൻ കാളകളെപ്പോലെ ചുമന്നു. ശീതം, ഉഷ്ണം, വിശപ്പ്, ദാഹം എന്നീ ദുഃഖങ്ങളൊക്കെ സഹിച്ച് ഒന്നിനും ഒരു പരാതിയും പറയാതെ വളരെക്കാലം കഴിഞ്ഞു. ഗുരുവിന് അവൻ്റെ പ്രവൃത്തിയിൽ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് ശ്രേയസ്സും സർവജ്ഞതയും കിട്ടി. ഇതായിരുന്നു വേദൻ്റെ ഗുരുകുല പരീക്ഷ. അങ്ങനെ വേദൻ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി ഗുരുകുലത്തിൽ നിന്നും പോയി. സമാവർത്തനം ചെയ്ത് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. സ്വന്തം ഗൃഹത്തിൽ താമസിക്കുന്ന കാലത്ത് വേദന് 3 ശിഷ്യന്മാർ വന്നു ചേർന്നു. എന്നാൽ ശിഷ്യന്മാരോട് അദ്ദേഹം ഗുരു ശുശ്രൂഷ ചെയ്യാനോ പണിയെടുക്കാനോ പറഞ്ഞില്ല. ഗുരുകുലവാസ ദുഃഖം അറിഞ്ഞു ജീവിച്ച അദ്ദേഹത്തിന് ശിഷ്യരോട് അങ്ങനെ പറയാൻ തോന്നിയില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേദനെ ജനമേജയനും പൗഷ്യനെന്നു പേരുള്ള രണ്ടു ക്ഷത്രിയ രാജാക്കന്മാർ ഉപാധ്യായന്മാരായി ക്ഷണിച്ചു. ഒരിക്കൽ ഇരുവരുടെ കാര്യത്തിന് പുറപ്പെടാൻ നേരത്ത് ഗുരു ഉത്തങ്കൻ എന്ന ശിഷ്യനോട് പറഞ്ഞു, ഞാൻ ശിഷ്യകാര്യത്തിനായി പോവുകയാണ്. എൻ്റെ ഗൃഹത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ നീ അത് പരിഹരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ആശ്രമം ഉത്തങ്കനെ ഏൽപ്പിച്ചിട്ട് മഹർഷി പോയി. ഗുരുവിൻ്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ഉത്തങ്കൻ ഗുരുകുലത്തിൽ താമസിച്ചു. ഒരു ദിവസം ഗുരുപത്നികൾ എല്ലാവരും കൂടി ഉത്തങ്കൻ്റെ അടുത്ത് വന്നു. അതിൽ ഒരുവളെ ചൂണ്ടി മറ്റുള്ളവർ പറഞ്ഞു, നിന്റെ ഈ ഗുരുപത്നിക്ക് ഋതുകാലമായി. ഗുരു അകലെയാണെന്നറിയാമല്ലോ. ഇവളുടെ ഋതുകാലം പാഴായി പോകാത്ത വിധം നീ പ്രവർത്തിക്കണം. ഇവളുമായി നീ രതിയിൽ ഏർപ്പെടണം. ഇവളെ നിരാശപ്പെടുത്തരുതെന്ന് ഇവൾ ദുഃഖിച്ചിരിക്കുകയാണെന്ന് നീ അറിയണം. എന്നാൽ ഉത്തങ്കൻ അതിന് തയ്യാറായില്ല. സ്ത്രീകൾ പറഞ്ഞാൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുകയില്ല. ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ഗുരു പറഞ്ഞാലേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് കൽപ്പിച്ചിട്ടുമില്ല. ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആവശ്യമെന്നാൽ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ലെന്ന് ഉത്തങ്കൻ പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് വേദൻ തിരിച്ചെത്തി. ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉത്തങ്കൻ ഗുരുവിനോട് പറഞ്ഞു. ഗുരുവിന് സന്തോഷമായി. തൻ്റെ ശിഷ്യനിൽ അഭിമാനം തോന്നി. ഉത്തങ്ക, നിന്നിൽ ഞാൻ പ്രീതനാണ്. നിനക്കെന്താണ് ചെയ്യേണ്ടത്? ധർമാനുസാരം നീ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ അനുവദിക്കുന്ന ഇഷ്ടമൊക്കെ നിനക്ക് വന്നു ചേരും. ഇനി നീ പൊയ്ക്കൊള്ളുക. വേദൻ ഉത്തങ്കനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഉത്തങ്കൻ സന്തോഷത്തോടെ ഗുരുവിനോട് പറഞ്ഞു, അങ്ങയ്ക്ക് ഞാൻ എന്തിഷ്ടമാണ് ചെയ്യേണ്ടത്? ഗുരുദക്ഷിണ വാങ്ങാതായാൽ അങ്ങ് അധർമ്മിയാകും. ഞാൻ ഗുരുദക്ഷിണ തന്നില്ലെങ്കിൽ ഞാനും അധർമ്മിയാകും. എൻ്റെ ഇഷ്ടം അങ്ങ് സാധിച്ചു തന്നില്ലെന്ന് എനിക്കും ഇവൻ ഒന്നും എനിക്ക് ദക്ഷിണ തന്നില്ലെന്ന് അങ്ങയ്ക്കും തോന്നാനും ഇതുമൂലം വൈരാഗ്യത്തിനും കാരണമാകും. അതിനാൽ ഭവാന്റെ അനുമതിയോടുകൂടി ഗുരുദക്ഷിണ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉത്തങ്കൻ പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നീ ചെന്ന് ഗുരുപത്നിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ഗുരുപത്നി പറഞ്ഞത് വിശേഷപ്പെട്ട ഒരു ഗുരുദക്ഷിണയാണ്. പൗഷ്യരാജ്യത്തെ രാജാവിൻ്റെ ക്ഷത്രിയ സ്ത്രീയായ ഭാര്യ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങൾ യാചിച്ച് ചോദിക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് വാങ്ങിക്കൊണ്ടുവരൂ. ആ കുണ്ടലങ്ങൾ ധരിച്ച് ബ്രാഹ്മണർക്ക് സദ്യ വിളമ്പി കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതു നീ സാധിച്ചാൽ നിനക്ക് ശ്രേയസ് ഉണ്ടാവും. ഇതു കേട്ട് കുണ്ടലങ്ങൾ യാചിച്ചു വാങ്ങാനായി ഉത്തങ്കൻ പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഒരു വലിയ കാളയെയും അതിൻ്റെ പുറത്തിരിക്കുന്ന തേജസ്വിയായ ഒരു പുരുഷനെയും ഉത്തങ്കൻ കണ്ടു. ആ പുരുഷൻ ഉത്തങ്കനോട് പറഞ്ഞു, ഹേ ഉത്തങ്ക,
നീ ഈ കാളയുടെ ചാണകം തിന്നുകൊള്ളൂ. ആദ്യം ഉത്തങ്കൻ അതിനു തയ്യാറായില്ല. ഉടനെ ആ പുരുഷൻ പറഞ്ഞു, ഹേ ഉത്തങ്ക, നിന്റെ ഗുരു ഇതിനു മുൻപ് ഇത് ഭക്ഷിച്ചിട്ടുണ്ട്, ഒട്ടും സംശയിക്കണ്ട. അത് കേട്ടപ്പോൾ അങ്ങനെയാകാം എന്ന് പറഞ്ഞ് ഉത്തങ്കൻ ആ കാളയുടെ മൂത്രവും ചാണകവും അവൻ ഭക്ഷിച്ചു. വാ കഴുകി ശുദ്ധി വരുത്തി അവൻ വളരെ ദൂരം നടന്ന് പൗഷ്യരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അവൻ തൻ്റെ ആവശ്യം രാജാവിനോട് പറഞ്ഞു. ഭവാൻ അന്തഃപുരത്തിൽ പോയി രാജ്ഞിയോട് ചോദിക്കാൻ രാജാവ് ഉത്തങ്കനോട് പറഞ്ഞു. അന്തഃപുരത്തിലെത്തിയ ഉത്തങ്കൻ രാജ്ഞിയെ അവിടെയെങ്ങും കണ്ടില്ല. രാജാവിൻ്റെ അടുത്ത് തിരിച്ചു വന്നു. അങ്ങയുടെ അന്തഃപുരത്തിൽ ക്ഷത്രിയ രാജ്ഞിയെ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. അങ്ങ് അസത്യമാണ് പറഞ്ഞത്. ഉത്തങ്കൻ പറഞ്ഞത് കേട്ട് അല്പനേരം ആലോചിച്ചിട്ട് രാജാവ് പറഞ്ഞു, നിശ്ചയമായും ആണ്. നീ ഉച്ഛിഷ്ടം തിന്ന് അശുചിയായിരിക്കുന്നു. ഓർത്തു നോക്കൂ, ഉച്ഛിഷ്ട ഭോജനത്തിൽ അശുചിയായവന് അവളെ കാണുവാൻ കഴിയില്ല. പാദവൃത്യം കൊണ്ട് അവൾ അശുദ്ധിയുള്ളവൻ്റെ കണ്ണിന് മുന്നിൽ വരികയില്ല. ഇത് കേട്ട് ഉത്തങ്കൻ ആലോചിച്ചു. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ നിന്നുകൊണ്ടാണ് ആചമിച്ചത്. പൗഷൻ പറഞ്ഞു, ഈ ചെയ്തത് തെറ്റാണ്. വേഗത്തിൽ പോരുമ്പോൾ ചാണകം തിന്നിട്ട് നിന്നുകൊണ്ട് ആചമനം ചെയ്തത് ശരിയായില്ല, അത് ആചമനമായില്ല. പിന്നെ ഉത്തങ്കൻ തൻ്റെ തെറ്റ് സമ്മതിച്ചു. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈയും കാലും നല്ലതുപോലെ കഴുകി നുരയും ചൂടുമില്ലാത്ത വെള്ളം നിശബ്ദമായി ഹൃദയത്തിലെത്തുന്ന വിധം 3 പ്രാവശ്യം കുടിച്ചു. 2 തൊട്ടു തുടച്ച് ഇന്ദ്രിയ സ്ഥാനങ്ങളിൽ സ്പർശിച്ച് ആചമനം കഴിച്ചിട്ട് അന്തഃപുരത്തിലേക്ക് ചെന്നപ്പോൾ ക്ഷത്രിയ രാജ്ഞിയെ ഉത്തങ്കൻ കാണുകയും ചെയ്തു. ഉത്തങ്കൻ രാജ്ഞിയോട് ആവശ്യം അറിയിച്ചു. ഉത്തങ്കൻ്റെ സ്വഭാവശുദ്ധിയിൽ സന്തോഷം തോന്നിയ രാജ്ഞി അവന് കുണ്ടലങ്ങൾ ദാനമായി കൊടുത്തു. ഒരു മുന്നറിയിപ്പും കൊടുത്തു. ഈ കുണ്ടലങ്ങൾ തട്ടിയെടുക്കാൻ നാഗരാജാവായ തക്ഷകൻ കാത്തിരിക്കുകയാണ്. ഇത് സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. നാഗരാജാവായ തക്ഷകൻ എന്നെ ഭയപ്പെടുത്തുക പോലുമില്ലെന്ന് പറഞ്ഞ് ഉത്തങ്കൻ കുണ്ടലങ്ങളുമായി രാജാവിൻ്റെ മുന്നിൽ വന്നു. രാജാവ് പറഞ്ഞു, മഹാനുഭാവ, വളരെ കാലം കൊണ്ടേ സൽപാത്രങ്ങളെ ലഭിക്കൂ. ഭവാൻ ഗുണവാനായ ഒരു അതിഥിയാണ്. അതുകൊണ്ട് ഞാൻ ഭവാനെ ശ്രാദ്ധത്തിനു ക്ഷണിക്കുന്നു. ഉത്തങ്കൻ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. പൗഷൻ ഉത്തങ്കന് ഭക്ഷണം വിളമ്പി. പക്ഷേ ചോറിൽ ഒരു മുടിനാര് കണ്ടു. ചോറ് തണുത്തുമിരുന്നു. ഇത് കണ്ട് കോപിച്ച് ഉത്തങ്കൻ പൗഷ്യനെ ശപിച്ചു. അശുദ്ധമായ അന്നം തന്നതുകൊണ്ട് നീ അന്ധനായി ഭവിക്കട്ടെ. ഈ ശാപവാക്ക് കേട്ട് പൗഷ്യൻ വിട്ടുകൊടുത്തില്ല. ഹേ ഉത്തങ്ക, ശുദ്ധമായ അന്നത്തെ ദുഷിച്ചു പറഞ്ഞതുകൊണ്ട് നീ സന്തതിയില്ലാത്തവനായി തീരട്ടെ എന്ന് ഉത്തങ്കനെ ശപിച്ചു. ഉത്തങ്കൻ രാജാവിനെ ചോറ് കാണിച്ചു. അതിൽ മുടിനാരിരുന്നു. രാജാവ് തെറ്റു മനസ്സിലായി. പിന്നെ രാജാവ് ഉത്തങ്കനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. അറിയാതെ പറ്റിപ്പോയതാണെന്ന് അങ്ങനെക്ക് ശാപമോക്ഷം തരണമെന്നും പറഞ്ഞു. ഉത്തങ്കൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അസത്യമാകില്ല. ഭവാൻ അന്ധനായാൽ ഉടനെ കാഴ്ച തിരിച്ചു വരും. പിന്നെ എനിക്കുള്ള ശാപവും അങ്ങ് പിൻവലിക്കണം. പൗഷൻ പറഞ്ഞു, എനിക്ക് ശാപം പിൻവലിക്കുവാൻ ശക്തിയില്ല. എൻ്റെ കോപം ഇപ്പോഴും ശമിച്ചിട്ടുമില്ല. എന്നു തന്നെയല്ല, ഇത് അങ്ങേക്കറിയാമല്ലോ. വിപ്രൻ്റെ മനസ്സ് വെണ്ണയും വാക്ക് കത്തി പോലെ മൂർച്ചയുള്ളതുമാണ്. എന്നാൽ രാജാവിൻ്റെ കാര്യം നേരെ മറിച്ചാണ്. വാക്ക് വെണ്ണ പോലുള്ളതും മനസ്സ് കൂർത്ത അസ്ത്രം പോലെയുമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ തീഷ്ണ ഹൃദയത്വം മൂലം വാക്ക് പിൻവലിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഭഗവാൻ പൊയ്ക്കൊള്ളുക. ഉത്തങ്കൻ പറഞ്ഞു, അന്നത്തിൻ്റെ അശുദ്ധി കണ്ടിട്ട് ഭഗവാൻ എന്നെ സമാധാനപ്പെടുത്തിയല്ലോ. അതിനു മുൻപാണ് ദുഷ്ടമായ അന്നത്തെ ദുഷിച്ച ഞാൻ അനപത്യനാകുമെന്ന് എന്നെ ശപിച്ചത്. അന്നം ദുഷ്ടമായിരിക്കെ ഈ ശാപം ഫലിക്കുവാൻ പോകുന്നില്ല. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുണ്ടലവുമെടുത്ത് ഉത്തങ്കൻ യാത്ര തിരിച്ചു.
ഉത്തങ്കൻ പോകുന്ന വഴിക്ക് ഒരു നഗ്ന സന്യാസിയെ ഇടയ്ക്കിടെ കാണുകയും പിന്നെ കാണാതിരിക്കുകയും ചെയ്തു. ഉത്തങ്കൻ അവനെ സംശയിച്ചില്ല. ഒരു ഒഴുക്കുനീര് കണ്ട് ഉത്തങ്കൻ ഇറങ്ങാൻ നേരം കുണ്ടലങ്ങൾ താഴെ വെച്ചു. ഈ തക്കം നോക്കി സന്യാസി കുണ്ടലവുമെടുത്ത് മറഞ്ഞു. അവൻ തക്ഷകനായിരുന്നു. ഉത്തങ്കൻ ജലത്തിലിറങ്ങി ശുദ്ധി വരുത്തിയ ശേഷം ദേവകളെയും ഗുരുക്കന്മാരെയും മനസ്സിൽ വിചാരിച്ച് കുണ്ടലങ്ങളുമായി കടന്നു കളഞ്ഞവൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു. തക്ഷകനെ പിടിച്ചില്ലെന്ന മട്ടിൽ അടുത്തു ചെന്നപ്പോൾ തക്ഷകൻ മനുഷ്യരൂപം ഉപേക്ഷിച്ച് അടുത്തു കണ്ട മാളത്തിൽ പാഞ്ഞുകയറി. അവൻ നാഗലോകത്തേക്ക് പോയി. ഉത്തങ്കൻ ഒരു കമ്പ് കൊണ്ട് ആ മാളം തുറന്നു നോക്കി. രക്ഷയില്ല. ദുഃഖിതനായി ഇരുന്നു. ഇത് കണ്ട ഇന്ദ്രൻ ഉത്തങ്കനെ സഹായിക്കാനായി തൻ്റെ വജ്രായുധം വിട്ടു. വജ്രം ഉടനെ ഉത്തങ്കൻ്റെ കയ്യിലിരുന്ന വിറക് കൊള്ളിയിൽ പ്രവേശിച്ചു. ആ കമ്പ് കൊണ്ട് ആ മാളം തുറന്നപ്പോൾ വേഗത്തിൽ നാഗലോകത്തേക്കുള്ള വഴി തുറന്നു. അവിടെ ചെന്ന ഉത്തങ്കൻ നാഗങ്ങളെ സ്തുതിച്ചു. സ്തുതി കേട്ടിട്ടും ഉത്തങ്കന് കുണ്ടലങ്ങൾ കിട്ടിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെ കണ്ടു. ആ യന്ത്രത്തിൽ കറുത്തതും വെളുത്തതുമുള്ള നൂലുകളും 6 കുമാരന്മാർ ചുറ്റിക്കുന്നതും 12 ആരങ്ങളുള്ളതുമായ ചക്രങ്ങളും കണ്ടു. വേറൊരു പുരുഷനെയും നല്ല ഒരു വെള്ള കുതിരയെയും കണ്ടു. അവൻ മന്ത്രപ്രായമായ ശ്ലോകങ്ങൾ കൊണ്ട് അവരെ സ്തുതിച്ചു. അപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, നിന്റെ സ്തോത്രങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. നിനക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഉത്തങ്കൻ പറഞ്ഞു, നാഗങ്ങൾ എൻ്റെ സ്വാധീനത്തിലാവണം. അപ്പോൾ പുരുഷൻ പറഞ്ഞു, ഈ കുതിരയുടെ ഗുദദ്വാരത്തിൽ ഊതുക എന്ന്. ഉത്തങ്കൻ അപ്രകാരം ചെയ്തപ്പോൾ കുതിരയുടെ സർവ്വദ്വാരങ്ങളിൽ നിന്നും അഗ്നി പുറപ്പെട്ടു. നാഗലോകം പുകയുവാൻ തുടങ്ങി. തക്ഷകൻ സംഭ്രമിച്ചു. അഗ്നിഭയം മൂലം കുണ്ടലങ്ങളുമായി തക്ഷകൻ ഉത്തങ്കൻ്റെ അടുത്തു വന്നു കുണ്ടലം തിരിച്ചു കൊടുത്തു. ഉത്തങ്കൻ അത് വാങ്ങിയെങ്കിലും ഒരു പ്രതിസന്ധി തൻ്റെ മുമ്പിലുണ്ടായി. ഇന്നാണ് ഗുരുപത്നി പറഞ്ഞ ആ പുണ്യദിനം. ഞാൻ വളരെ ദൂരത്താണ്. ഗുരുപത്നി പറഞ്ഞ പ്രകാരം എങ്ങനെ അവിടെ എത്തും? ഇങ്ങനെ വിഷമിച്ചു നിന്നപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, ഉത്തങ്ക, നീ ഈ കുതിരയെ ഉപയോഗിക്കൂ. ക്ഷണത്തിൽ നിനക്ക് ഗുരുവിൻ്റെ അടുത്തെത്താം. ഉത്തങ്കൻ ക്ഷണത്തിൽ കുതിരപ്പുറത്ത് കയറി പാഞ്ഞു ഗുരുകുലത്തിൽ എത്തി. പറഞ്ഞു പറ്റിച്ചവനെന്ന് വിചാരിച്ച് ഗുരുപത്നി ഉത്തങ്കനെ ശപിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉത്തങ്കൻ കുണ്ടലങ്ങളും കൊണ്ടുവന്നു കൊടുത്തു. അവർ അവനെ അനുഗ്രഹിച്ചു. ഉണ്ടായ സംഭവങ്ങൾ ഒക്കെ ഉത്തങ്കൻ ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഉത്തങ്കൻ കണ്ടതിൻ്റെ പൊരുൾ വേദൻ ഉത്തങ്കന് പറഞ്ഞുകൊടുത്തു. 2 സ്ത്രീകൾ ധാതാവും വിധാതാവുമാണ്. കറുത്തതും വെളുത്തതുമായ നൂലുകൾ രാവും പകലുമാണ്. 12 കള്ളികളുള്ള ചിത്രം സംവത്സരമാണ്. 6 കുമാരന്മാർ 6 ഋതുക്കളാണ്. ആ പുരുഷൻ പർജ്യനാണ്, ഇന്ദ്രനാണ്. കുതിര അഗ്നിയാണ്. ആ വഴിക്കു കണ്ട കാള ഐരാവതമാണ്. അതിൻ്റെ പുറത്തിരുന്ന പുരുഷൻ ഇന്ദ്രനാണ്. നീ ഭക്ഷിച്ച ചാണകം അമൃതാണ്. അതുകൊണ്ടാണ് നാഗലോകത്ത് നീ മരിക്കാഞ്ഞത്. ഇന്ദ്രൻ എൻ്റെ കൂട്ടുകാരനായതിനാൽ അദ്ദേഹം നിന്നെ സഹായിക്കാൻ എത്തിയതാണ്. അതുകൊണ്ടാണ് കുണ്ടലങ്ങളെ കൊണ്ട് നിനക്ക് വേഗത്തിൽ എത്താൻ കഴിഞ്ഞത്. ഗുരു ഉത്തങ്കനെ അനുഗ്രഹിച്ചു വിട്ടു. ഉത്തങ്കൻ തക്ഷകനോട് പകരം വീട്ടാൻ ആഗ്രഹിച്ച് ഹസ്തിനാപുരിയിലേക്ക് യാത്ര തിരിച്ചു. ജനമേജയ രാജാവിനെ കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം തക്ഷശില കീഴടക്കി വിജയാരവത്തോടെ വരുന്ന സമയമായിരുന്നു.